ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച ഒരു മീൻ കറിയാണ് കേട്ടോ. ഇതിൽ തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, കുടംപുളി മാത്രമാണ് കേട്ടോ ഇടുന്നത്. അതിനായി ഞാനൊരു മൺചട്ടിയാണ് ഗ്യാസിലോട്ട് വെച്ചിരിക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സ്വല്പം ഉലുവ ചേർക്കാം. ഉലുവയെല്ലാം നന്നായി ആയതിനു ശേഷം അതിലോട്ട് ഇഞ്ചി ചെറിയുള്ളിയും അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. അതിന് ശേഷം ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത് ഞാൻ അതിലോട്ട് ചേർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വല്പം കറിവേപ്പിലും ചേർത്തിയിട്ടുണ്ട്. അതെല്ലാം ആയതിനു ശേഷം ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അതെല്ലാം ആയതിനു ശേഷം ഞാനിവിടെ കുടംപുളി നേരത്തെ തന്നെ 4 എണ്ണം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ കുടംപുളി ഇട്ട വെള്ളവും അതിലോട്ട് ചേർത്തിയ ശേഷം 1 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് തിളയ്ക്കാൻ വിടുക. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് അതിലോട്ട് ചേർത്തിയിടാം. അതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മീനൊന്നും പൊട്ടാത്ത വിധത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. അതെല്ലാം ആയതിനു ശേഷം നമുക്ക് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതെല്ലാം വേവിച്ച് എടുത്തതിന് ശേഷം നമുക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ സ്വല്പം കറിവേപ്പിലും ചേർത്ത് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻ കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീൻ കറിയാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നത്തേക്കാൾ ടേസ്റ്റ് നാളെ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കുടംപുളി ഇട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും.